എല്ലാവർക്കും നമസ്കാരം. ആരാധനയുടെ പുതിയ വീഡിയോയിലേക്ക് സുസ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ വിനായക ചതുർത്ഥിയാണ് വരുന്നത് അല്ലേ. അപ്പോൾ സെപ്റ്റംബർ 7-ാം തീയതിയാണ് വിനായക ചതുർത്ഥി അല്ലെങ്കിൽ ഗണേശ ചതുർത്ഥി. എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടാനായിട്ട് എനിക്കറിയാവുന്ന കുറച്ച് വഴികളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂ. അപ്പോൾ കുറച്ച് നക്ഷത്രക്കാർക്കൊക്കെ ഭാഗ്യദോഷമാണെന്ന് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. നിങ്ങൾ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണേ. അപ്പോൾ അവർക്കൊക്കെ എല്ലാ തടസ്സങ്ങളും മാറാനായിട്ട് ഇപ്പോൾ ഒരു വിവാഹത്തിന് വേണ്ടി ശ്രമിക്കുന്നവർക്കും അതൊന്നും നടക്കുന്നില്ല, അല്ലെങ്കിൽ ജോലിക്കാര്യം ഒന്നും നടക്കുന്നില്ല, പ്രൊമോഷനൊന്നും കിട്ടുന്നില്ല, വേണ്ട ജോലിയൊന്നും കിട്ടുന്നില്ല, അതേപോലെ തന്നെ പഠിക്കുന്ന കുട്ടികൾക്കായാലും പഠിച്ചതെല്ലാം മറന്നു പോകുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഒന്നിൻ്റെ ഒരു റിസൾട്ട് കിട്ടുന്നില്ല. എല്ലാം നമ്മൾ കൈക്കെത്തിയതൊന്നും വായിക്കെത്താത്തൊരവസ്ഥയാണല്ലോ. അങ്ങനെയൊക്കെ ഉള്ളൊരവസ്ഥയാണ് കുറച്ച് പേർക്കൊക്കെ ഇപ്പോൾ ഉള്ളത്. അവരൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് എല്ലാ തടസ്സങ്ങളും മാറാനുള്ള ഒരു വഴിയാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ കാര്യത്തിൽ ഇപ്പോൾ ഞാൻ എഴുതിയിരിക്കുന്ന പോലെ ഈ ഒരു സ്ലൈഡിൽ കറുക, നാരങ്ങ, നാളികേരം, പുഷ്പം ഇതെല്ലാവർക്കും അറിയാവുന്നൊരു കോമൺ ആയിട്ടുള്ളൊരു കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ ഈ പറയുന്ന നാളുകാർ ഒന്ന് ശ്രദ്ധിച്ചോളൂ. അശ്വതി, ഭരണി, തിരുവാതിര, കാർത്തിക, അവിട്ടം, തിരുവോണം, ചതയം, പൂരോരുട്ടാതി ഇത്രയും നാളുകാർ ഈ വിനായക ചതുർത്ഥി ദിവസം കുറച്ച് പുഷ്പം, അതേപോലെ തന്നെ ഒരു 11 രൂപ, കുറച്ച് നാളികേരം ഇതെടുത്ത് അടുത്തുള്ള ഒരു ഗണപതി ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ആ 11 രൂപ നടക്കിലോ ഉണ്ടികിലോ സമർപ്പിച്ച ശേഷം പുഷ്പം ഭഗവാന് കൊടുത്ത ശേഷം നാളികേരം എറിഞ്ഞു ഉടയ്ക്കുക. എല്ലാ വിഘ്നങ്ങളും കടന്ന് ഉടഞ്ഞു തീരട്ടെ. ബാക്കിയുള്ള നക്ഷത്രക്കാർക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് പറയാം. കറുക നമുക്ക് വീട്ടിൽ പറമ്പിലും ഫ്രണ്ടിലൊക്കെ കിട്ടുമല്ലോ അല്ലേ കറുക. അപ്പോൾ കറുക എടുത്ത് ഒന്നുകിൽ മാല കെട്ടുക. മാല കെട്ടാൻ അറിയാത്തവരാണെങ്കിൽ കറുക നമ്മൾ ഒരു ഗണേശ ക്ഷേത്രത്തിൽ, വിനായക ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഗണപതി ക്ഷേത്രത്തിൽ കൊണ്ടുപോയി സമർപ്പിക്കുക. അല്ലെങ്കിൽ നാരങ്ങ എടുത്ത് മാല ഉണ്ടാക്കി അടുത്തുള്ളൊരു ക്ഷേത്രത്തിൽ കൊണ്ടു കൊടുക്കുക. ഇനി നമുക്ക് ക്ഷേത്രത്തിലൊന്നും പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്, എന്താണെന്ന് വെച്ചാൽ നമുക്ക് ദൂരെയാണ് അല്ലെങ്കിൽ വിദേശത്താണ്, ഇപ്പോൾ ഇവിടെ ക്ഷേത്രങ്ങളൊന്നും ഇല്ല, അങ്ങനെയൊക്കെ ആണെങ്കിലും പേടിക്കേണ്ട. നമ്മുടെ വീട്ടിൽ എന്തായാലും ഒരു ഗണപതിയുടെ ചെറിയൊരു ഫോട്ടോ എങ്കിലും ഉണ്ടാവില്ലേ, അവിടെ നമുക്ക് ഒരു പുഷ്പമെങ്കിലും വെച്ച് നല്ലപോലെ പ്രാർത്ഥിക്കുക. അതേപോലെ തന്നെ അടുത്തൊരു അമ്പലം ഉണ്ടെങ്കിൽ നാളികേരം എറിയുന്നത് എല്ലാ നക്ഷത്രക്കാർക്കും നല്ലത് തന്നെയാണ് കേട്ടോ. അപ്പം എറിയുന്നത് ഏറ്റവും നല്ലതായിരിക്കും. പിന്നെ കറുക വീട്ടിൽ കിട്ടുമെന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള ഗണപതിക്കും കൂടെ ഒന്ന് വെക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. പിന്നെ നമുക്ക് പറ്റാവുന്ന എന്തെങ്കിലും വഴിപാട്, അർച്ചനയായിട്ടോ അഭിഷേകത്തിനോ എന്താണ് നമുക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ സമർപ്പിക്കുക. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പാണ് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. എല്ലാ തടസ്സങ്ങളും മാറും. അതേപോലെ തന്നെ വീട്ടിലും നമുക്ക് നന്നായി പ്രാർത്ഥിക്കാൻ പറ്റുന്നതാണ്. പിന്നെ അച്ഛൻ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിലും വിനായക ചതുർത്ഥിയുടെ പൂജകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനയിൽ നിങ്ങൾ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ മന്ത്രം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ദ്വാദശ ഗണപതി മന്ത്രമാണിത്. ഓം സുമുഖായ നമഃ, ഓം ഏകദന്തായ നമഃ, ഓം കപിലായ നമഃ, ഓം ഗജകർണകായ നമഃ, ഓം ലംബോദരായ നമഃ, ഓം വികടായ നമഃ, ഓം വിഘ്നനാശായ നമഃ, ഓം വിനായകായ നമഃ, ഓം ധൂമ്രകേതവേ നമഃ, ഓം ഗണാധ്യക്ഷായ നമഃ, ഓം ബാലചന്ദ്രായ നമഃ, ഓം ഗജാനനായ നമഃ. അപ്പോൾ ഇതാണ് ദ്വാദശ ഗണപതി മന്ത്രം. ഇത് 12 മന്ത്രങ്ങളാണ്. 12 ദിവസം ജപിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ.